വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ്. ആക്സോണസ് ലേണിംഗിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ലേ? അതെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പുതിയ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സുകളൊക്കെ കണ്ടു വന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കുക. ഇന്ന് നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഇരിക്കുക. നമ്മുടെ ടെക്സ്റ്റും ബുക്കും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വേണം ഇരിക്കാൻ അല്ലേ? മിസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരും, അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും ക്ലാസ്സിൻ്റെ സമയത്ത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ എന്ത് ചെയ്യും അല്ലേ, നമുക്ക് ഇതിങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ക്ലിക്കായിരിക്കും. പിന്നെ നമ്മളത് തിരിഞ്ഞ് നോക്കുക വേണ്ട അല്ലേ? എക്സാമിന് മുന്നേ നമുക്കതൊന്ന് കവർ ചെയ്ത് പോയാൽ തന്നെ ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? ഇപ്പോൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ തേർഡ് പാർട്ടിലേക്ക് അല്ലേ, തേർഡ് സെക്ഷനിലേക്കാണ് ഇവിടെ കടക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കിയേ, ഇവിടെ തേർഡ് സെക്ഷനിൽ 5 എണ്ണത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ള ടാസ്ക്. 5 എണ്ണത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം ചിലർക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ 5 എണ്ണത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അങ്ങനത്തെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ടോട്ടൽ 5 മാർക്കാണ് ലഭിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? ഒന്ന് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കാം, 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കുക എല്ലാവരും. എന്താണ്? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചനയാണ് ഡാഷ്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ഭാഗം തരും, അതിൻ്റെ ഡാഷുള്ള ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ആൻസർ മാത്രം എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും അല്ലേ? നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ അല്ലേ, ഈ ഒരു ഭാഗത്ത് എന്താണോ വരുന്നത് അത് മാത്രം നമുക്ക് എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കവർ ചെയ്യാം അല്ലെ? ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ട് ആൻസറിലേക്ക് അവിടെ ഡാഷ് ഇട്ട് പോകേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ മാത്രം എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം ബാക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ സാങ്കല്പിക രചന എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞേ. ഏതാണ് നമ്പ്യാരുടെ സാങ്കല്പിക രചന അല്ലേ? പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന തുള്ളൽ കൃതിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഏതാണ് നമ്പ്യാരുടെ? യെസ്, കാലനില്ലാത്ത കാലം അല്ലേ? നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആൻസർ പറഞ്ഞപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാലനില്ലാത്ത കാലം എന്തായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു ആ ഒരു കഥയുടെ ഒരു സത്ത് എന്ന് ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കുക നമ്മൾ ഈ ഒരു ആൻസർ പറയുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന തുള്ളൽ കൃതിയുടെ ഒരു ഭാഗമായിരുന്നു കാലനില്ലാത്ത കാലം. അതിലെന്താണ്, നമ്മുടെ യമകിങ്കരന്മാരൊക്കെ യാഗത്തിൽ മുഴുകിയ സമയത്ത് നാട്ടിൽ മരണം നടന്നോ? ഇല്ല, മരണങ്ങളൊന്നും നടക്കുന്നില്ല അല്ലേ? ജനസംഖ്യ വർദ്ധിച്ചു, ആളുകൾ ഫുൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് അല്ലേ? 1000-500 വർഷം പഴക്കമുള്ള ആളുകളൊക്കെ ജീവനോടെ നിൽക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മുടെ സാങ്കല്പിച്ച് എഴുതിയതാണ് നമ്മുടെ നമ്പ്യാർ. അപ്പോൾ ആ കഥ എന്താണ് ആ ഒരു സാങ്കല്പിക രചന എന്ന് പറയുന്നത് ഏതാണെന്ന് ഓർത്ത്? യെസ്, നമ്മളിവിടെ എന്ത് ചെയ്തു? കാലനില്ലാത്ത കാലം. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഡാഷ് ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. അയ്യോ പോയിടാ. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് സ്ക്രോളായി പോയപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ ശ്രദ്ധിച്ചോ? ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ്
ഏതാണ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കി എല്ലാവരും അല്ലേ. മലയാളത്തിൽ ഒരുപാട് നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. കുന്തലത, നമ്മുടെ പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവല്, അങ്ങനെ ഒരുപാട് നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നോവൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നോവൽ അങ്ങോട്ട് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കുക. ലക്ഷണമൊത്ത നോവൽ ഏതാണ് അല്ലേ? 1889 രചിക്കപ്പെട്ടിട്ടുള്ള ഒ ചന്തുമേനോൻ്റെ നോവലാണ്. ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഒ ചന്തുമേനോൻ്റെ നോവൽ ഏതായിരുന്നു? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡാഷിലവിടുത്തെ എന്ത് എഴുതണം? യെസ്, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവലാണ് ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത്. അതായത് ഒരു നോവൽ രചിക്കുമ്പോൾ അതിന് ഇന്ന സവിശേഷതകൾ, കഥാപാത്രങ്ങളുടെ കാര്യത്തിലായാലും അതിൻ്റെ എത്രമാത്രം ദീർഘം ആ ഒരു നോവലിന് വേണം അല്ലേ? ഒരു കഥയെ നമ്മൾ ഒരിക്കലും നോവൽ എന്ന് വിളിക്കില്ലല്ലോ. അതിൻ്റേതായ സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് അല്ലേ? നാടകത്തെയും നോവലിനെയും കഥയെയും ചെറുകഥയെയും ഒക്കെ വേറിട്ട് നിർത്തുന്നത് ഇന്ന പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ലക്ഷണമൊത്ത നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ദുലേഖ എന്ന നോവലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താമരക്കൈ വീശി തടാകം ഡാഷ് കിളിയെ മാടി വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? താമരക്കൈ വീശി എങ്ങനെയാണ് വിളിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ വിട്ടയക്കുക എന്ന് പറഞ്ഞ ബാലാമണി അമ്മേൻ്റെ കവിതയിൽ കിളി അല്ലേ, കൂട്ടിലടയ്ക്കപ്പെട്ട കിളി ഉണ്ടായിരുന്നു. ആ കിളി ഭയങ്കര സങ്കടത്തിൽ, വിഷമത്തിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട് അതിനൊന്ന് പാറി പറന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ തന്നെ വിട്ടയക്കൂ, താനെ ഈ സ്വാതന്ത്ര്യം ഒന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കിളിയുടെ കിളി നമ്മുടെ കൂട്ടിലിരുന്നു കൊണ്ട് കാണുന്ന കാഴ്ചയാണ്. എന്താണ്? കിളിയെ താമരക്കൈ വീശി തടാകം കിളിയെ മാടി വിളിക്കുകയാണ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കൂട്ടിലെ കിളിയെ എന്നൊരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. താമരമലർ കയ്യാൽ തടാകങ്ങൾ പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? ഒന്നുകൂടി വായിക്കാം. താമരമലർ കയ്യാൽ തടാകങ്ങൾ പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, ഇവിടെ എങ്ങനെയാണ് വിളിക്കുന്നത്? അതെ, താമരക്കൈ വീശി തടാകം പ്രേമത്തോടെ, കിട്ടിയല്ലോ, പ്രേമത്തോടെ കിളിയെ മാടി വിളിക്കുന്നു. അപ്പം നമ്മുടെ വരികൾക്കിടയിലൂടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് വേണം ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗവും വായിക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോ വരിയും ഇന്നതൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. എങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആദ്യമേ നമ്മളടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ ചിലർക്ക് കുറച്ചൊരു ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ പ്രേമത്തോടെയാണ് എന്ന് ചിലപ്പോൾ ഓർക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത്. എന്ത്? ഓരോ ഭാഗവും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. വരികൾക്കിടയിലൂടെ നിങ്ങൾ കടന്നു ചെല്ലുക. ഓക്കെ ആണല്ലോ? ഒന്ന് നോക്കിയേ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് വായിക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതെൻ്റെ ഡാഷ് ഡോക്ടർ ഫിയാൻസിയാണ്. എന്തായിരിക്കും ഇവിടെ വരിക? ഇത് ഏത് ഭാഗത്ത് നിന്നാണ് അല്ലേ? പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന കഥയിൽ നിന്നാണ്. നിങ്ങൾക്ക് കാര്യം ഇടിയിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ മനോജ് ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോജിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മനോജ് കുറച്ച് പുകമറയ്ക്ക് അപ്പുറമാണ് മനോജിൻ്റെ ജീവിതം അല്ലേ. അപ്പോൾ ഇങ്ങനെ ആ ഒരു സന്ദർഭം, ഇങ്ങനെ ഈ ഒരു ദുശീലങ്ങളെക്കുറിച്ച് മനോജിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അതൊക്കെ ഒഴിവാക്കണമെന്ന് പറയാൻ. കാരണം ഒരു രോഗത്തിന് അടിമയാണ്. അപ്പം മറ്റൊരു ദുശീലങ്ങൾക്ക് കൂടി അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകളൊക്കെ ഫലിക്കുമോ? ഇല്ല. അപ്പം അതിൽ നിന്നും ഇത് ഒരു തിരിച്ചുപോക്ക് വേണം അല്ലെ, തിരിച്ചുവരവ് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യുവാണ്? മനോജിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഡോക്ടർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. ആ പെൺകുട്ടി രാത്രിയും പകലും ഒക്കെ നമ്മുടെ മനോജിൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ
ഡോക്ടർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനോജ് അല്ലെ സിറിഞ്ച് കുത്തി വെച്ചിട്ടുള്ള ആ സിറിഞ്ചൊക്കെ ആ ഒരു കുട്ടിയെ എടുത്ത് മാറ്റി വയ്ക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, എന്താണ് നമ്മുടെ സിസ്റ്റർ ഒന്ന് മാറി നിൽക്കൂ, പുറത്തേക്ക് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയും. അപ്പോൾ മനോജ് പറയുന്ന ഒരു കാര്യമാണ്, മിസ് അതൊന്ന് വായിക്കാം. എന്താണ് മിസ് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കണേ. മനോജിൻ്റെ എണ്ണമയമില്ലാത്ത മുടിയിൽ ഞാൻ തൊട്ടു. എനിക്കൊരു രഹസ്യം പറയുവാനുണ്ടല്ലോ മനോജിനോട്. എന്നിട്ട് ഞാൻ ആ പെൺകുട്ടിയെ നോക്കി. സിസ്റ്റർ കുറച്ചു നേരം പുറത്തു നിൽക്കട്ടെ അല്ലേ മനോജ്? വലിയൊരു തമാശ കേട്ടതുപോലെ മനോജ് കുടഞ്ഞു ചിരിച്ചു. എന്താണ് അപ്പോൾ മനോജ് പറയുന്ന ഒരു കാര്യമാണ്, ഇതെൻ്റെ സിസ്റ്റർ അല്ല ഡോക്ടർ, എൻ്റെ ഫിയാൻസിയാണ് അല്ലേ. ഇതെൻ്റെ സിസ്റ്റർ അല്ല ഡോക്ടർ, ഫിയാൻസിയാണ് അല്ലേ. ഞാൻ കെട്ടാൻ പോകുന്ന ആളാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഇതെൻ്റെ സിസ്റ്റർ അല്ല ഡോക്ടർ, എൻ്റെ ഫിയാൻസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിയ ഭാഗം കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കഥയ്ക്കും കവിതയ്ക്കും ഇടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ എല്ലാവരും, ഒന്ന് വായിച്ചു, എല്ലാവരും കൃത്യമായിട്ട് വായിച്ചു. ഡാഷ് തുല്യം മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു. ഡാഷ് തുല്യം മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു. എന്താണ് നമ്മുടെ എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം അല്ലേ. ഇവിടെ ആരാണ് മരിച്ചു കിടക്കുന്നത്? അഭിമന്യുവാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ തവണ നീലമല പോലെ ഘടോത്കചൻ കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൻസർ എന്തായിരിക്കും? എന്തിനു തുല്യം മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു എന്നാണ് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഒന്ന് ജസ്റ്റ് നമ്മുടെ ഗാന്ധാരി വിലാപത്തിലൂടെ ഒന്ന് കടന്നു ചെല്ലുക. മിസ് ആ ഭാഗം ഒന്ന് വായിക്കാം, കേൾക്കുക. നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ, ചെല്ലഴൂം അർജുനൻ തൻ്റെ തിരുമകൻ, വല്ലവി വല്ലഭ നിന്റെ മരുമകൻ. എന്താണ്? നല്ല മരതകക്കല്ലിനോടൊത്തൊരു അല്ലേ, മരതകക്കല്ലിനോടൊത്തൊരു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഇവിടെ മരതകക്കല്ലിന് തുല്യ മനോഹാരിതയുള്ളവനാണ് അല്ലേ. നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ തന്നെ അതായിരുന്നു, നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. അപ്പോൾ അത്രയ്ക്ക് മരതകക്കല്ലിന് തുല്യമായ അഭിമന്യുവാണ് അങ്ങനെ മരിച്ചു കിടക്കുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ 25 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇത്രയും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനുമായിട്ട് വരാം. ഓക്കെ.